അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാഷ്ട്രീയ അഭയം തേടി ഇന്ത്യയിൽ വന്നപ്പോൾ എന്തിനാണ് അവർക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം നൽകിയത്? സ്വന്തം നാട്ടിലെ ജനത അടിച്ചോടിച്ചപ്പോൾ, അവിടെ നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ, ആ നാട്ടിൽ ജനോസൈഡിസം പ്രയോഗിച്ചപ്പോൾ, നൂറുകണക്കിന് വിദ്യാർത്ഥികളെ കൊന്നൊടുക്കിയപ്പോൾ അവസാനം അവരോടൊപ്പം നിന്ന സൈന്യം പോലും അവർക്ക് എതിരായി മാറി. നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ രായ്ക്ക് രാമാനം എന്ന് പറയുന്നത് പോലെ അവർ ഓടി ഇന്ത്യയിൽ വന്നു. അവർക്ക് രാഷ്ട്രീയ അഭയം ഇന്ത്യയിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഏതായാലും വിശദമായ വിശേഷങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം. 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ബ്രിട്ടീഷുകാരിൽ നിന്നും പാകിസ്ഥാൻ എന്നൊരു രാജ്യം മോചിതമാകുന്നു. പിറ്റേ ദിവസം 15-ാം തീയതി ഇന്ത്യ മോചിതമാകുന്നു. പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടി. ഒരു ദിവസത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അവിടെ നിന്നും ഈ ഒന്നായിരുന്ന ഈ ഒരു രാജ്യം രണ്ടായി മാറി. അങ്ങനെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ ശേഷം ഈ പാകിസ്ഥാൻ വെട്ടിമുറിക്കപ്പെട്ടു. ബംഗ്ലാദേശ് എന്നൊരു രാഷ്ട്രമുണ്ടായി. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന് 3 രാജ്യങ്ങളായി മാറി. പിന്നീട് അധികാരക്കൊതിയുടെയും വടംവലിയുടെയും ഫലമായിട്ട് ഈ ഷെയ്ഖ് ഹസീനയുടെ പിതാവ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ കലാപങ്ങൾ അഴിച്ചുവിടുകയുണ്ടായി. കലാപങ്ങൾ അഴിച്ചുവിടാൻ അവർ ചൂണ്ടിക്കാണിച്ച ഒരു കാരണം ഈസ്റ്റ് പാകിസ്ഥാൻ അഥവാ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ബംഗ്ലാദേശ് മേഖല, ഈ മേഖലയോട് പാകിസ്ഥാന്റെ ഔദ്യോഗിക വിഭാഗം വിവേചനം കാണിക്കുന്നു. അവരുടെ ഭാഗത്ത് യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്തുന്നില്ല. അവർക്ക് ഒരു മേഖലകളിലും പരിഗണന നൽകുന്നില്ല. അവരെ രണ്ടാനമ്മ മക്കളായി കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കലാപങ്ങൾ അഴിച്ചുവിടുകയുണ്ടായി. അക്കാലത്ത് ഈ കലാപങ്ങൾ അഴിച്ചുവിടുന്ന തുടക്കകാലത്ത് ഈ രാജ്യം ഒന്നാണെന്നോർക്കുക. അന്ന് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ഒന്നായി നിൽക്കുന്ന സമയത്ത് ആ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ അവർ ഒരു തീരുമാനമെടുക്കുന്നു. അവർ എടുക്കുന്ന തീരുമാനം മുജീബുർ റഹ്മാന് എതിരായിരുന്നു. ഈ ബംഗ്ലാദേശ് എന്ന പേരിൽ ഒരു രാജ്യം സൃഷ്ടിക്കപ്പെടാൻ പാടില്ല എന്നും രാജ്യം ഒന്നായി നിൽക്കണം എന്നും പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വിഭജനത്തിന് എതിരെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തി. പിന്നീട് ചില അയൽ രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക സഹായത്താൽ മുജീബുർ റഹ്മാനെ കൂടുതൽ കരുത്തനാക്കി മാറ്റി. അവസാനം ജമാഅത്തെ ഇസ്ലാമി പിടിച്ച ഭാഗം, പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഗം, ഈ വിഭജനത്തിൽ നിന്ന് മോചനം നേടാൻ, ബംഗ്ലാദേശ് എന്നൊരു രാഷ്ട്രം ഉണ്ടാകാതിരിക്കാൻ അവർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. പിന്നീട് ബംഗ്ലാദേശ് എന്നൊരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുകയാണ്. ആ രാഷ്ട്രത്തിന്റെ നേതാവായി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം അന്ന് അവർ അത്ര ശക്തരായിരുന്നില്ല. പിന്നീട് അവരുടെ ഭരണം അരക്കിട്ടുറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെയും പ്രവർത്തകരെയും ഒന്നൊന്നായി പിടിച്ച് ക്രൂശിക്കാൻ തുടങ്ങി. അതിന് അവർ കണ്ടെത്തിയ ന്യായീകരണം രാജ്യദ്രോഹ കുറ്റമായിരുന്നു. എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നത്? പാകിസ്ഥാൻ എന്ന മണ്ണിനെ വിഭജിക്കാൻ പാടില്ല, രാജ്യം ഒന്നായി നിൽക്കണം എന്ന് വാശി പിടിച്ച, അതിനുവേണ്ടി പ്രക്ഷോഭം നയിച്ച, അതിനുവേണ്ടി സമരം നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നാണ് മുജീബുർ റഹ്മാനും കൂട്ടരും പറയുന്നത്. അവാമി ലീഗ് എന്ന അവരുടെ പാർട്ടി പറയുന്നത്. രാജ്യം അന്ന് പാകിസ്ഥാനായിരുന്നു, അന്ന് ബംഗ്ലാദേശ് ഉണ്ടായിട്ടില്ല. ഈ രാജ്യം രണ്ടായി മാറരുത്, രണ്ടായി മാറിയാൽ രാജ്യത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകും എന്ന് പറഞ്ഞ് രാജ്യത്തെ ഒന്നാക്കി നിർത്താൻ ശ്രമിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് വധിക്കാൻ തുടങ്ങി. ഏതാനും നാളുകൾക്ക് ശേഷം കൂടുതൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ വധിക്കുന്നതിന് മുൻപ് മുജീബുർ റഹ്മാൻ വധിക്കപ്പെട്ടു. പിന്നീട് ഏറെ കാലങ്ങൾക്ക് ശേഷം മുജീബുർ റഹ്മാന്റെ മകളായ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയി വന്നപ്പോൾ അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ജമാഅത്ത് നേതാക്കൾ അവർ മധ്യവയസ്കരും പിന്നീട് വൃദ്ധരും ഒക്കെ ആയി മാറിയിരുന്നു.
ആ വൃദ്ധരെയും മധ്യവയസ്കരായ പഴയ സ്വാതന്ത്ര്യ സമര പോരാളികളെ രാജ്യദ്രോഹി എന്ന ചാപ്പ കുത്തിക്കൊണ്ട് ഓരോന്നിനെ പിടിച്ചുകൊണ്ട് വധിക്കാൻ തുടങ്ങി. അങ്ങനെ ജമാഅത്തിന്റെ അനേകം നേതാക്കളെ അവർ കൊന്നുതള്ളി. പിന്നീട് പാർലമെന്റിൽ അവർ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്താണ് ആ നിയമം? സ്വന്തം രാജ്യത്ത് കലാപമുണ്ടാക്കി രാജ്യത്തെ വെട്ടിമുറിച്ച ആ പ്രക്ഷോഭത്തിന്, ആ ഭീകര പ്രവർത്തനത്തിന് കൂട്ടുനിന്ന, ആ ഭീകരതയ്ക്ക് കൂട്ടുനിന്ന, തീവ്രവാദത്തിന് കൂട്ടുനിന്ന അക്കാലത്തെ ജനങ്ങളുടെ പിൻതലമുറക്കാർക്ക് സർക്കാർ ജോലികളിൽ, സർക്കാർ സർവീസുകളിൽ 30-35% സംവരണം നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ സംവരണത്തിലൂടെ ഇത്തരക്കാരെ കൂടുതലായി സർക്കാർ സർവീസുകളിൽ കയറ്റുമ്പോൾ ഇവരുടെ പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രക്ഷോഭങ്ങൾക്ക് ഊർജം കൊടുത്ത അന്നത്തെ തലമുറയിലെ പിന്മുറക്കാരെയാണ് ഇവർ സർക്കാർ സർവീസുകളിൽ സംവരണത്തിന്റെ മറവിലൂടെ കയറ്റിക്കൊണ്ടുവരുന്നത്. അതിലൂടെ പിൽക്കാലത്ത് പിന്നീട് വരുന്ന ഓരോ തെരഞ്ഞെടുപ്പുകളിലും സുഖമായി ഇവർക്ക് ജയിച്ചു കയറാൻ സാധിക്കും. ജയിച്ച് കയറിയതിന് ശേഷം ഏതൊരു സ്വേച്ഛാധിപതിയെ പോലെയും പെരുമാറിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ രണ്ട് തട്ടായി കണ്ടുകൊണ്ട് ബംഗ്ലാദേശ് എന്നൊരു രാഷ്ട്രം വെട്ടിമുറിച്ച് വേറെ പോകാൻ പാടില്ല എന്ന് വാദിച്ച ജമാഅത്തിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും കൂട്ടത്തോടെ ഓരോന്നോരോന്നായി പിടിച്ചുകൊണ്ട് വധിച്ചു തീർക്കാം. ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പ്രസ്ഥാനം ഈ രാജ്യത്ത് വേണ്ട, തുടച്ചു നീക്കാം, അവർ രാജ്യദ്രോഹികളാണ് എന്ന ചാപ്പ കുത്തിക്കൊണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികൾ ഷെയ്ഖ് മുജീബുർ റഹ്മാനും അയാളുടെ മകളായ ഷെയ്ഖ് ഹസീനയും ഒക്കെയാണ്. ഇവരുടെ കുടുംബമാണ്. ഒന്നായി നിന്ന രാജ്യത്തെ വെട്ടിമുറിക്കാൻ ശ്രമിച്ചവരാണവർ. അതിനുവേണ്ടി മറ്റേ ചിലരുടെ ബാഹ്യ ശക്തികളുടെ സാമ്പത്തിക സഹായവും ആയുധ സഹായവും ഒക്കെ വാങ്ങിക്കൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ മാറിടത്തിലേക്ക് നിറയൊഴിച്ചവരാണിവർ. അവർ രാജ്യസ്നേഹികൾ. രാജ്യം വിഭജിച്ച് പോകാൻ പാടില്ല, ഒന്നായി നിൽക്കണം എന്ന് വാദിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും നേതാക്കളും രാജ്യദ്രോഹികൾ. ഇതാണ് അവർ കൊണ്ടുവന്ന നിയമം. ഇതിന്റെ മറവിൽ ജമാഅത്തിന്റെ നേതാക്കളെ കൂടുതലായി പിടിച്ചു വധിക്കാൻ തുടങ്ങിയപ്പോൾ 90 വയസ്സ് പിന്നിട്ടവരെ പോലും പിടിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ, വധശിക്ഷയ്ക്ക് വിധേയമാക്കിയപ്പോൾ വിദ്യാർത്ഥികൾ അടങ്ങിയിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ അവിടെ വൻ പ്രക്ഷോഭം അഴിച്ചുവിട്ടു. ഈ പ്രക്ഷോഭം അഴിച്ചുവിട്ടപ്പോൾ അതിന് നേരിടാൻ പോലീസിനെയും സൈന്യത്തെയും ഇവർ ഉപയോഗിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല. മരിക്കുന്നത് മരിക്കട്ടെ, ഇവരെ പുറന്തള്ളുക, ഇവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി ഇവർ പ്രക്ഷോഭം ശക്തമാക്കിയപ്പോൾ ഇവരും സൈന്യവും പോലീസുമായിട്ടായി പിന്നെ കയ്യാങ്കളി. അങ്ങനെ ഒരുപാട് ചത്തൊടങ്ങി. അവസാനം സൈന്യത്തിന് പോലും അവിടെ രക്ഷയില്ലാതാകും എന്ന് കണ്ട സമയത്ത് സൈന്യം പ്രക്ഷോഭകരുടെ കൂടെ കൂടി. സൈന്യം ഷെയ്ഖ് ഹസീനയെ തഴഞ്ഞു. സൈന്യം തഴഞ്ഞ ഉടനെ അവർ ഒരു ഹെലികോപ്റ്ററിൽ കയറി നേരെ രാഷ്ട്രീയ അഭയം തേടിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു. ഇത്തരം ഭീകര പ്രവർത്തകരെ, ഇത്തരം തീവ്രവാദികളെ ഇന്ത്യയിൽ അഭയം കൊടുക്കരുതായിരുന്നു. അവർ അവിടെ വിഘടനവാദവും വിഭജനവാദവും ഒക്കെ ഉയർത്തി ഒരു രാഷ്ട്രത്തെ രണ്ടാക്കി മുറിച്ചവരാണ്. അവർക്ക് അഭയം കൊടുക്കാൻ പാടില്ലായിരുന്നു. അത്തരം ഒരു ഭീകര കുടുംബത്തിലെ അംഗത്തെ ഒരു ഭീകര വനിതയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് ആഡംബര ജീവിതം, ആഡംബര സൗകര്യം ഒരുക്കി കൊടുത്ത് ഇന്ത്യയിൽ പാർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഭീകരതയെ രാജ്യം പ്രോത്സാഹിപ്പിക്കരുത്. ഇവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തന്നെ തിരിച്ചയക്കുക. മറ്റൊരിടത്തേക്കും പോകാൻ ഇവരെ അനുവദിക്കരുത്. ബംഗ്ലാദേശിലെ ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യട്ടെ, അവർ ഇവരെ ചോദ്യം ചെയ്യട്ടെ, അവരുടെ കോടതി ഇവർക്കുള്ള ശിക്ഷ നൽകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തീറ്റി പോറ്റി കൊഴുപ്പിച്ചെടുത്ത് ഇവിടെ താമസിപ്പിക്കരുത്. ഇത് ഇന്ത്യൻ മണ്ണാണ്. ഇത് ബംഗ്ലാദേശിലെ ജനോസൈഡിസം നടപ്പിലാക്കുന്ന ഭരണാധികാരികൾക്ക് ഇഷ്ടാനിഷ്ടം മേഞ്ഞ് നടക്കാനുള്ള ഭൂമിയല്ല ഇത്. അതുകൊണ്ട് മോഡിയും കൂട്ടരും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഷെയ്ഖ് ഹസീന എന്ന ഭീകര വനിതയെ
നമ്മുടെ രാജ്യത്തു നിന്നും പറഞ്ഞയക്കുക. അതാണ് നമ്മുടെ രാജ്യത്തിനും നല്ലത്. രാജ്യം ലോകത്തിനൊരു നല്ല മാതൃക കാട്ടിക്കൊടുക്കേണ്ടതാണ്. ആ സ്ഥാനത്ത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന മാതൃകയല്ല നാം കാട്ടിക്കൊടുക്കേണ്ടത്. അത്തരം മാതൃകയിലൂടെ നാം സഞ്ചരിച്ചാൽ നമുക്ക് ഒരു ഭീകര രാഷ്ട്രമെന്ന് ചാപ്പ കുത്താൻ മറ്റുള്ളവർ ചാപ്പയടിക്കാൻ സാധ്യതയുണ്ട്. ആ ചാപ്പ അത്ര നല്ലതിനല്ല. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയെ എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശിലേക്ക് തന്നെ പറഞ്ഞു വിടുക എന്നാണ് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത്. ആയതുകൊണ്ട് എന്നെ ഇത്രയും നേരം ശ്രവിച്ച, എന്നെ കേട്ട എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വലിയൊരു സലാം നിർത്തുന്നു.